എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് മെഡിറ്റേഷൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച്. നിങ്ങൾ ആ പേര് കേട്ടിട്ടുണ്ട്. ഒരുപാട് മെഡിറ്റേഷൻ വീഡിയോസ് യൂട്യൂബിൽ ലഭ്യമാണ്. പലതും നിങ്ങൾ കേട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ നിങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അത് കൊണ്ടുവന്നിട്ടുണ്ട്. നിത്യവും നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം. ഓക്കെ. അപ്പോൾ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ മലയാളം പേര് നമുക്കറിയാം, ധ്യാനം എന്നാണ്. ധ്യാനം. അപ്പോൾ എന്താണ് ധ്യാനം? എന്താണ് ഈ മെഡിറ്റേഷൻ? അതായത് നമ്മളൊരു കാര്യത്തിൽ ശ്രദ്ധയർപ്പിച്ച് നമ്മുടെ ശ്വാസത്തെയും നമ്മുടെ ചിന്തകളെയും കൺട്രോൾ ചെയ്യുന്നൊരവസ്ഥ. ശ്വാസത്തെ കൺട്രോൾ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസം പിടിച്ചു വെക്കുക എന്നൊന്നുമല്ല. അതായത് നമ്മൾ ഓൾറെഡി ശ്വാസം എടുക്കുന്നുണ്ട്, അത് പുറത്തു വിടുന്നുണ്ട്. ആ ശ്വാസം എടുക്കുന്നതും പുറത്തു വിടുന്നതും നമ്മൾ അറിയുന്നില്ല. അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന കാര്യമാണ്. ഒരു ദിവസം അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. കാരണം നമുക്ക് ഓക്സിജൻ വേണം. ആ ഓക്സിജൻ എടുക്കാനായിട്ട് ഈ അന്തരീക്ഷത്തിൽ നിന്നും എയറിനെ, വായുവിനെ ഉള്ളോട്ട് എടുക്കുകയും ശ്വാസകോശം അതിൽ നിന്ന് ഓക്സിജനെ വേർതിരിച്ചിട്ട് നമുക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡായിട്ട് നമ്മുടെ ഹാർട്ടിലേക്ക് പമ്പ് ചെയ്ത് കയറ്റുന്നു. അങ്ങനെ അത് റിപ്പീറ്റ് ചെയ്യുന്നു. ഈ പ്രോസസ്സാണ് ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് നടക്കുമ്പോൾ നമ്മൾ ഈ കാര്യം ചിന്തിക്കുന്നില്ല, നമ്മൾ അറിയാതെ സംഭവിക്കുന്ന കാര്യമാണ്, നോർമലി ഹാപ്പൻ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ശ്വാസത്തിൽ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നോക്കുക. എന്താണ് സംഭവിക്കുക? ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആ നിമിഷം മുതൽ നമ്മുടെ ചിന്ത മാറുന്നു. കാരണം നമ്മൾ ശ്രദ്ധിക്കുന്നത് ശ്വാസത്തിലാണ്. ആ ശ്വാസം ഉള്ളോട്ടെടുക്കുന്നു, ആ ശ്വാസം പുറത്തേക്ക് വിടുന്നു. ആ എടുത്ത ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് എന്താണ് അവിടെ നടക്കുന്ന മാറ്റം? നമ്മൾ ആലോചിക്കുന്നു. ഒരു ശ്വാസം ഉള്ളോട്ട് പോകുന്നു, അവിടെ നിന്ന് ഒരു പ്രോസസ്സ് നടക്കുന്നു, അതിനുശേഷം പുറത്തേക്ക് വിടുന്നു, അല്ലേ? അപ്പോൾ എന്തോ ഒരു പ്രവർത്തനം നടന്നിട്ടുണ്ട്. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. കൂടാതെ നമ്മൾ ആ ശ്വാസത്തിൻ്റെ ശബ്ദത്തിൽ ശ്രദ്ധ കൊടുക്കും. അതായത് ആ ശ്വാസം എടുക്കുന്ന സമയത്ത് ഒരു ശബ്ദം വരുന്നുണ്ട്. സോഹം, ഹംസ എന്ന് പറയുന്ന ആ ഒരു ശബ്ദം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെല്ലാം യോഗയുമായിട്ടും മാന്ത്രികമായിട്ടും താന്ത്രികമായിട്ടും എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്തുള്ള ആ ശബ്ദം, ശ്വാസം വിടുന്ന ആ ശബ്ദം, അത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അങ്ങനെ ശ്രദ്ധ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിലുള്ള ഒരുപാട് ന്യൂറോൺസ് ഉണ്ട്. പല കാര്യങ്ങളും അറ്റ് എ ടൈം നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളൊരിക്കലും ഒരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു കാര്യമല്ല നമ്മുടെ ബ്രെയിൻ്റേത്. പക്ഷേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരേ നിമിഷത്തിൽ ചെയ്യുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഡിസ്ട്രാക്റ്റഡ് ആണ്. ഒരിക്കലും എന്തല്ല, കോൺസെൻട്രേറ്റഡ് അല്ല. പല കാര്യങ്ങളാണ് ചെയ്യുന്നത്. വണ്ടി ഓടിക്കുന്നു, ആ സമയത്ത് മറ്റൊരാളോട് ഫോണിൽ സംസാരിക്കുന്നു, ആ സമയത്ത് തന്നെ ഞാൻ വിളിക്കാമെന്ന് പറയുന്നു, വീണ്ടും മറ്റൊരാളോട്, പുറത്തുള്ള ഒരാളോട് സംസാരിക്കുന്നു, അതേ സമയത്ത് ഫോണിൻ്റെ ഇടയിലൂടെ നമ്മൾ പുറത്തുള്ള ഒരാളോട് സംസാരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഡേ ടു ഡേ ലൈഫ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കരുതുന്നത് ഇതെല്ലാം പെർഫെക്റ്റാണ്, അല്ലെങ്കിൽ അതെല്ലാം നമ്മൾ കറക്റ്റായിട്ടാണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഇതൊന്നും എന്തല്ല, സബ് കോൺഷ്യസ്ലി നടക്കുന്ന കാര്യങ്ങളാണ്. ഓൾറെഡി നമ്മളുടെ കോൺഷ്യസിലൂടെ സബ് കോൺഷ്യസിലെത്തിയ കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമ്മളിപ്പോൾ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു എക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഇതൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് ചെയ്യുന്നതല്ല, ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. നമുക്കറിയാം എങ്ങനെ ഗിയർ മാറ്റണം. ഇതെല്ലാം നമുക്ക് ഒരു വാഹനം ഓടിക്കുന്ന ഒരാളുടെ കേസിലാണെങ്കിൽ നമുക്കതറിയാം. അപ്പോൾ അത് സബ് കോൺഷ്യസ്ലി സംഭവിക്കുന്നതാണ്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് കോൺഷ്യസ്ലി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അങ്ങനെ കേന്ദ്രീകരിച്ചാൽ ഈ ചെയ്യുന്ന മൾട്ടി പർപ്പസ് ആക്ടിവിറ്റി പോലും എന്തും നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കും. കൃത്യമായിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും. അത് എന്ത് കാര്യമായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും, ഒരു പഠനമായിക്കൊള്ളട്ടെ, എന്തിലും നമുക്ക് ആ ഒരു പെർഫെക്റ്റ് നമുക്കതിൽ കൊണ്ടുവരാൻ സാധിക്കും. കാരണം എഫക്റ്റീവാകും. നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ എഫക്റ്റീവാകും. 2 മണിക്കൂർ അടയിച്ച് അല്ലെങ്കിൽ കുറേ നേരം സമയം എടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിക്ക് അരമണിക്കൂർ പഠിച്ചാൽ ധാരാളം. അരമണിക്കൂർ കൊണ്ട് തന്നെ ആ ഹോൾ ടോപ്പിക് മനസ്സിലാവും. അതിന് തെളിവാണ് നമ്മുടെ വിവേകാനന്ദനൊക്കെ പണ്ട് കാലത്ത് ചെയ്തത്. അദ്ദേഹം പരീക്ഷ എഴുതിയ സമയത്തൊക്കെ വളരെ പെട്ടെന്ന് തന്നെ എക്സാമുകളെല്ലാം എഴുതി കഴിഞ്ഞ് പുറത്തു വരുന്നൊരവസ്ഥ. അപ്പോൾ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ആൻസർ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ
അത് സാധിച്ചത്, അതേപോലെ ഒരു ലൈബ്രറിയിലെ എല്ലാ പുസ്തകങ്ങളും അദ്ദേഹം വായിച്ചു തീർക്കുന്നു ചുരുങ്ങിയ സമയം കൊണ്ട്. എങ്ങനെ? ഹൗ ഇറ്റ് ഈസ് പോസിബിൾ? അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എങ്ങനെയാണ് അതിൻ്റെ ആ പുറകിലുള്ള ശാസ്ത്രം? എല്ലാം ചെന്നെത്തുന്നത് ഈ പറയുന്ന സ്വത്വത്തിലേക്കാണ്, നമ്മുടെ ഉള്ളിലേക്കാണ്, നമ്മുടെ പുറത്തേക്കല്ല. നമ്മൾ ഇൻവേർഡായിട്ട് ചിന്തിക്കുക, അതായത് നമ്മുടെ ഉള്ളോട്ട് ചിന്തിക്കുക. അപ്പോൾ നമുക്ക് ആ മെഡിറ്റേഷൻ എന്ന് പറയുന്ന തത്വം മനസ്സിലാകും, ആ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന തത്വം മനസ്സിലാകും. അതായത് നമ്മൾ തന്നെയാണ് ഈശ്വരൻ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലാണ് ഈശ്വരൻ ഉള്ളത് എന്നുള്ള, ഈശ്വരൻ കുടിയിരിക്കുന്നത് എന്നുള്ള തത്വം നമുക്ക് മനസ്സിലാകുന്നതാണ്. അത് തന്നെയാണ് തത്വമസി എന്ന് പറയുന്നത്. അത് നീയാകുന്നു. നമ്മൾ ശബരിമലയിൽ പോകുന്ന സമയത്ത് അവിടെ എഴുതി വെച്ചത് അതാണ്, അത് നീയാകുന്നു. എന്താണ് അത് നീയാകുന്നു? എല്ലാം അയ്യപ്പന്മാരാണ്. അതായത് അയ്യപ്പനായിട്ട് അയ്യപ്പനെ കാണുന്ന ഒരേ ഒരു ക്ഷേത്രം ശബരിമലയാണ്. അതായത് ദൈവമായിക്കൊണ്ട് ദൈവത്തെ കാണാൻ ചെല്ലുന്നു, അയ്യപ്പനായിട്ട് അയ്യപ്പനെ കാണാൻ ചെല്ലുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട മന്ത്രങ്ങളാണ് പറയുന്നത്. ബുദ്ധം ശരണം ഗച്ഛാമി, ഈ ശരണം അല്ലേ? അപ്പോൾ നമ്മൾ ശരണം അയ്യപ്പ എന്ന് പറയുമ്പോൾ ആ ഒരു സിസ്റ്റവും അവിടെ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആ ഒരു ഇരിക്കുന്ന കാര്യം, അയ്യപ്പൻ്റെ ഇരുത്തം നിങ്ങൾ നോക്കിയാൽ അതെല്ലാം യോഗയുമായി ബന്ധപ്പെട്ട പോസ്റ്റേഴ്സ് അല്ലേ? പത്മാസനവുമായി ബന്ധപ്പെട്ട പോസ്റ്റേഴ്സ്. പക്ഷേ ജസ്റ്റ് കാല് കുറച്ചും കൂടി ഉയർന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് ചിന്തിക്കുക. അത് ബുദ്ധമതമായിട്ട് ബന്ധമുണ്ടോ? അങ്ങനെ പല പല കാര്യങ്ങളും നമുക്കതുമായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇതെല്ലാം അവിടെ എല്ലാം പറയുന്നത് തത്വമസി. തത്വമസി എന്ന് പറഞ്ഞാൽ അത് നീയാകുന്നു, നമ്മൾ തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്ന തത്വം. അപ്പോൾ ഈ തത്വങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് എന്താണ്? 41 ദിവസം വ്രതമെടുത്താണ് പോകുന്നത്. എന്തിനാണ് 41 ദിവസം? 21 ദിവസം എന്ന് പറയുന്നത് ഒരു ഹാബിറ്റ് ഫോർമേഷൻ വേണ്ട ദിവസങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മളോട് 21 ദിവസം മന്ത്രങ്ങൾ ചെല്ലണം എന്ന് പറയുന്നത്. അതേ സ്ഥാനത്ത് 41 ദിവസം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏകദേശം ഇരട്ടി ദിവസം എടുത്തു. ഇന്ന് സയൻസ് പറയുന്നു 66 ദിവസങ്ങൾ വേണം ഒരു ഹാബിറ്റ് ഫോർമേഷൻ കമ്പൽസറി ആയിട്ട് അത് നല്ല അടിയുറച്ച് വരാനായിട്ട്. അപ്പോൾ ഈ 41 ദിവസം എന്ന് പറയുമ്പോൾ അതിൻ്റെ മധ്യത്തിലുള്ളൊരു നമ്പറാണ്. അപ്പോൾ പണ്ട് കാലത്ത് അത് തിരിച്ചറിഞ്ഞു, നമ്മളുടെ ഒരു ശീലമാവാൻ, നല്ല ഒരു ശീലം ഉണ്ടാക്കാൻ, ഒരു വ്യക്തിയെ നന്നാക്കാൻ ഈ 12 മാസങ്ങളിൽ ഒരു മാസം മതി. ആ ഒരു മാസം അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ വ്രതമെടുത്ത് പോയി കഴിഞ്ഞാൽ അദ്ദേഹം റീസ്റ്റോർ ചെയ്യപ്പെടുന്നു എന്നുള്ളത്. അതിലൊരുപാട് മറ്റു തത്വങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഞാനതിലേക്കൊന്നും പോകുന്നില്ല. അപ്പം ജസ്റ്റ് ഈ കാര്യം മനസ്സിലാക്കുക. എല്ലാ സ്ഥലത്തും ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ധ്യാനം എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ്. നമ്മൾ കണ്ട ദൈവത്തിൻ്റെ എല്ലാം പടങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. കൃഷ്ണനായാലും ധ്യാനത്തിലിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ ശിവനെ നിങ്ങൾക്ക് ധ്യാനത്തിലിരിക്കുന്ന രൂപം കാണാം. അങ്ങനെ പല ദേവന്മാരെയും ദേവിമാരെയും നമുക്ക് ആ ധ്യാനത്തിലിരിക്കുന്ന ഒരു ചിത്രം നമുക്ക് കാണാം. എന്തിനാണ് ധ്യാനത്തിലിരിക്കുന്നത്? നിങ്ങൾ ടോട്ടലി ഈ പറയുന്ന കോൺഷ്യസ്നെസ്സിൽ നിന്ന് വിടുന്നു. അതായത് ഈ പറയുന്ന ഭൗതികമായിട്ടുള്ള ഇപ്പോൾ നടക്കുന്ന ഈ മൊമെൻറ്റ് നമ്മൾ വിടുന്നു. നമ്മൾ ഇരിക്കുന്നത് എവിടെയാണ്? ഇവിടെയാണ്. പക്ഷേ നമ്മുടെ മനസ്സിൽ ആ കോൺഷ്യസ് എന്ന് പറയുന്ന അവസ്ഥ, അതായത് ഈ നിമിഷം എന്ന് പറയുന്ന ആ അവസ്ഥ നമ്മൾ വിടുന്നു. എന്നിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടേതായ ഒരു ലോകത്തേക്ക് നമ്മൾ കയറുന്നു. ആ ലോകത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മളത് ഈ ഭൂമിയിൽ നമ്മൾ ഇരിക്കുന്നതായിട്ട് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. നമ്മൾ നമ്മുടെ റൂമിൽ, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ, അമ്പലത്തിലാണെങ്കിൽ അവിടെ, ആൾത്തറയിലാണെങ്കിൽ അവിടെ നമ്മൾ ഇരിക്കുന്നു. ആ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ കണക്ഷനും വിടുന്നു, ഭൗതികമായിട്ടുള്ള എല്ലാ കണക്ഷനും വിടുന്നു. നാളെ നമുക്ക് വേണ്ട ഒരു പണത്തിൻ്റെ ആവശ്യകത ഉണ്ട്, ആ കാര്യത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മൾ ഒഴിവാക്കുന്നു. നാളെ നമുക്ക് മറ്റൊരു സ്ഥലത്ത് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനുണ്ട്, അത് നമ്മൾ ഒഴിവാക്കുന്നു. അങ്ങനെ എല്ലാ വിഷയങ്ങളും നമ്മൾ വിട്ടിട്ട് പൂർണ്ണമായിട്ട് നമ്മളെന്ത് ചെയ്യുന്നു? ഒരു പോയിന്റിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ആ ഒരു പ്രോസസ്സാണ് മെഡിറ്റേഷൻ. ഇത്രയേ ഉള്ളൂ മെഡിറ്റേഷൻ. പക്ഷേ ഇനി അങ്ങോട്ട് പറയാൻ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതാണ് മെഡിറ്റേഷൻ. അതായത് നമ്മൾ അത് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഒരു വിളനിലമൊരുക്കലാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് നമ്മളൊരു വിത്ത് പാകണമെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യണം? നമ്മുടെ പറമ്പ് അല്ലെങ്കിൽ വയൽ ഇളച്ച് ഒരുക്കി നന്നാക്കി അതിലെ പുല്ലുകളെല്ലാം എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി എന്നിട്ട് വേണം അതിൽ വിത്ത് പാകാൻ. അതേപോലെ നമ്മുടെ ഒരു ഷർട്ടോ എന്തെങ്കിലും ചളിയായി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക? അത് കഴുകി ഉണക്കി ക്ലിയറാക്കി വൃത്തിയാക്കി, ഒരു വെള്ള ഷർട്ടാണെങ്കിൽ അത് വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ പിന്നീട് ധരിക്കുക. അതേപോലെ നമ്മുടെ മനസ്സിന് നമ്മൾ ഒരു വിത്ത് പാകുന്നതിനായിട്ട്, അല്ലെങ്കിൽ ഒരു വിളനിലം ഒരുക്കലായിട്ട് മെഡിറ്റേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ നടേണ്ട വിത്ത് ഏതാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. ഏത് വിത്താണ് ഇവിടെ നടേണ്ടത്? കാരണം ഒരു അധ്യാപകൻ, അദ്ദേഹം മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്തായിരിക്കും? നല്ല ഒരു അധ്യാപകനായി മാറുക, ഒരു അറിയപ്പെടുന്ന നല്ലൊരു തലത്തിലേക്ക് ഉയരുക. അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷനിൽ എന്തായിരിക്കും? ഏത് വിത്തായിരിക്കും നൽകപ്പെടുന്നത്? നല്ല ഒരു അധ്യാപകനായി മാറാനുള്ള ചിന്തകളും അതെങ്ങനെ സാക്ഷാത്കരിക്കാമെന്നുള്ള
ബോധങ്ങളും അതായിരിക്കും അദ്ദേഹത്തിൻ്റെ വിത്ത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണ്? അദ്ദേഹം അറിയപ്പെടുന്ന ഒരു അധ്യാപകനാവുകയും കേരളത്തിലെ തന്നെ മുഖ്യമന്ത്രിയിൽ നിന്ന് നമുക്ക് എന്താണ് ആ അധ്യാപകന് നല്ലൊരു അവാർഡ് കിട്ടുന്നതൊക്കെ ആയിട്ടുള്ള ചിന്തകളും ആ ഒരു സ്വപ്നവുമായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവുക. ഇനി ഒരു മ്യൂസീഷ്യനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്ത എന്തായിരിക്കും? ഒരു മ്യൂസിക്കിൽ ഉയർന്ന തലത്തിലേക്ക് എത്താനായിട്ടുള്ള ചിന്തയായിരിക്കും. അപ്പോൾ അവിടുത്തെ വിത്ത് മാറി, അവിടെ മ്യൂസിക്കായി. അതേപോലെ നമ്മൾ ഇതെന്താണ്? എല്ലാം കമ്പ്യൂട്ടറാണ്, നമ്മൾ അതിലിടുന്ന സോഫ്റ്റ്വെയറുകളാണ് വ്യത്യാസം. അതേപോലെയാണ് മനുഷ്യനും, എല്ലാം കമ്പ്യൂട്ടറുകളാണ്. മനുഷ്യനെല്ലാം സെയിമാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക്, ആ ബ്രെയിനിൻ്റെ ഉള്ളിലേക്ക് എല്ലാവർക്കും ഈക്വൽ എമൗണ്ട് ഓഫ് ബ്രെയിൻ തന്നെയാണുള്ളത്. പക്ഷേ ആ ബ്രെയിനിനകത്തേക്ക് നമ്മൾ കൊടുക്കുന്ന ഇമ്പൾസുകൾ വ്യത്യസ്തമാണ്. അതിനനുസരിച്ചാണ് വ്യക്തികൾ മാറുന്നത്, സ്വഭാവം മാറുന്നത്, പേഴ്സണാലിറ്റി മാറുന്നത്, ആ ബിഹേവിയറൽ പാറ്റേൺ മാറുന്നത്, എല്ലാം അതിനനുസരിച്ചാണ്. ആ ജീനിൻ്റെ അകത്തു നിന്ന് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളും ബാക്കിയെല്ലാം എന്താണ്? ആ സാഹചര്യങ്ങളാണ്. നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ചുറ്റിലുള്ള ആളുകളുടെ ചിന്തകളുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു. നിങ്ങളുടെ ചുറ്റിലുള്ള ആളുകൾ വളരെ നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളും നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആളുകളായിരിക്കും. നിങ്ങളുടെ ചുറ്റിലുള്ള ആളുകൾ മോശമായിട്ടുള്ള ചിന്താഗതിയുള്ള ആളുകളാണെങ്കിൽ നിങ്ങളും തീർച്ചയായിട്ടും ഒരു മോശം ചിന്താഗതിയുള്ള ആളായി മാറും. കാരണം ആ ചുറ്റുപാടുകളും നിങ്ങളെ സ്വാധീനിക്കുന്നു. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാക്കുക. ഒരു യോഗയിൽ ഉയർന്ന തലമാണ് മെഡിറ്റേഷൻ. എല്ലാവരും പറയുന്നത് പോലെ നമ്മളിത് എല്ലാവർക്കും എടുത്തങ്ങ് ഉപയോഗിക്കാനുള്ള ഒരു കാര്യമൊന്നുമല്ല. ആ ഉയർന്ന തലം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യമായി നമ്മൾ യോഗാസനങ്ങൾ ചെയ്യുന്നു, ശരീരത്തെ കൺട്രോളിലാക്കുന്നു, വരുതിയിലാക്കുന്നു. കൈ എത്തുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ മനസ്സെത്തുന്ന സ്ഥലത്ത് ആ കൈ എത്തണം. തിരിച്ചും കൈ എത്തുന്ന സ്ഥലത്ത് നമ്മുടെ മനസ്സും എത്തണം. അപ്പോൾ രണ്ടും തമ്മിലുള്ളൊരു ബന്ധമുണ്ടാകുന്നു. നമ്മുടെ മനസ്സ് പറയുന്ന സ്ഥലത്ത് കൈയും കാലും എത്തിക്കാനുള്ള കഴിവ്, നമ്മൾക്ക് പറയുന്ന സ്ഥലത്ത് നിൽക്കാനുള്ള കഴിവ്, വീഴ്ചകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കഴിവ്, ഇതെല്ലാം നമുക്ക് എന്താണ് ഈ പറയുന്ന യോഗാസനം കൊണ്ട് സാധിക്കുന്നത്. കൃത്യമായിട്ട് യോഗാസനം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള ശരീരമായിരിക്കും. അങ്ങനെയുള്ളൊരു ശരീരത്തിൻ്റെ ഉടമയ്ക്ക് തീർച്ചയായും അങ്ങനെയുള്ളൊരു മനസ്സും ഉണ്ടാവും. കൃത്യമായിട്ട് ശരീരം എക്സസൈസ് ചെയ്ത് ആ അഭ്യാസങ്ങൾ ചെയ്ത് ഉറപ്പിക്കുന്ന ഒരാൾക്ക് അയാളുടെ മനസ്സും എന്തായിരിക്കും? വളരെ സൂക്ഷ്മവും വളരെ കൃത്യതയുമുള്ള ഷാർപ്പായിട്ടുള്ള ഒരു ബ്രെയിനും ആയിരിക്കും അദ്ദേഹത്തിനുണ്ടായിരിക്കും. അത് ഈ കളരിയായിട്ടും എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ അഭ്യാസങ്ങൾ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നല്ലൊരു ശരീരവും അതിനനുസരിച്ചുള്ള മനസ്സും തന്നെ ആ വ്യക്തിക്ക് ഉണ്ടാവുന്നതാണ്. അതാണ് മെയ് കണ്ണാവണം എന്ന് പറയുന്നത്. ശരീരം എന്താണ്? കണ്ണാവണം. നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗം, ഒരു കൈയുടെ ഭാഗം എവിടെയെങ്കിലും തട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. കണ്ണാണ് എങ്കിൽ എന്താണ്? കണ്ണുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ കൈ എവിടെ വരെ എത്തും, ഒരു വലിച്ച് അടിച്ചു കഴിഞ്ഞാൽ അത് എവിടെ കൊള്ളും എന്നൊക്കെയുള്ള ധാരണ കൃത്യമായിട്ടുണ്ടാവും. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണ് പോലെ വളരെ സൂക്ഷ്മമായിട്ട് നമുക്ക് പ്രയോഗിക്കാനുള്ള ഒരു അവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് ഈ എക്സസൈസുകൾ ചെയ്ത് എല്ലാ അഭ്യാസങ്ങളും ചെയ്ത് അതെല്ലാ പ്രാണായാമങ്ങളും ഒക്കെ ചെയ്ത് വരാനായിട്ട്, പ്രാണായാമത്തിൽ എത്തുന്നതിന് മുമ്പ് എല്ലാ അഭ്യാസങ്ങളും ചെയ്തിട്ട് ശരീരം ഒരുങ്ങിയതിന് ശേഷം, അതായത് പല യോഗാസനങ്ങളും ചെയ്ത് നമ്മൾ ശരീരത്തെ ഒരുക്കിയതിന് ശേഷം ആണ് നമ്മൾ പ്രാണായാമത്തിലേക്ക് എത്തേണ്ടത്. അതിന് ശേഷമാണ് പ്രാണായാമം. ആ പ്രാണായാമം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള പ്രാണനെ നിയന്ത്രിക്കുകയാണ്. പ്രാണനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചപ്രാണനുണ്ട്. ഈ പഞ്ചപ്രാണൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്താൽ നമുക്ക് നല്ല ആരോഗ്യമുള്ള ഒരവസ്ഥയുണ്ടാവും. അപ്പോൾ അതിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് പ്രാണായാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പ്രാണായാമം ചെയ്ത് നമ്മുടെ ശരീരം അല്ലെങ്കിൽ മനസ്സ്, കാരണം ഈ ശ്വാസം നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നു. നമ്മൾ ഒന്ന് ശ്വാസം നന്നായിട്ട് എടുത്ത് വിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എന്താണ്, നമ്മുടെ മനസ്സ് ക്ലിയർ ആവും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ മനസ്സ് അപ്സെറ്റ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ടൊന്ന് ശ്വാസം എടുക്കുക, ശ്വാസം പുറത്തു വിടുക. നിങ്ങളുടെ മനസ്സ് കാം ഡൗൺ ആവുന്നതാണ്, ശാന്തമാവുന്നതാണ്. അങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ പ്രാണായാമം, പലതരത്തിലുള്ള പ്രാണായാമമുണ്ട്. നാഡീശുദ്ധി പ്രാണായാമം, ഭസ്ത്രിക പ്രാണായാമം, അത്തരത്തിലുള്ള പ്രാണായാമങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് വളരെയധികം ശാന്തമാവുകയും വളരെയധികം കോൺഷ്യസ് ആവുകയും വളരെയധികം ശ്രദ്ധാലുവാകുകയും ചെയ്യും. കാരണം മറ്റുള്ളവർ കാണാത്ത കാര്യങ്ങൾ കാണാനും കേൾക്കാത്ത കാര്യങ്ങൾ കേൾക്കാനുമുള്ള കഴിവ് ആ സമയത്താണ് സിദ്ധിക്കുന്നത്. അതിന് വർഷങ്ങളെടുക്കും. ഒരിക്കലും ഒരു 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ അല്ല നമ്മുടെ ബ്രെയിനിനെ ഇങ്ങനെ പാകപ്പെടുത്തിയെടുക്കുന്നത്. ഇതെല്ലാം ന്യൂറോൺസിൻ്റെ അകത്ത് ശേഖരിക്കപ്പെടും. നിങ്ങളുടെ ബ്രെയിനകത്ത് ഈ ചിന്തകളെല്ലാം, നിങ്ങൾ ആലോചിച്ച കാര്യങ്ങളും നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയ കാര്യങ്ങളും നിങ്ങൾ ഈ ധ്യാനത്തിലൂടെ നേടിയെടുത്ത കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങളുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും വലുതാണ് ത്വക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പരന്ന് കിടക്കുന്ന നമ്മളുടെ ഈ തൊലി, കാലിൻ്റെ അറ്റത്ത് ഒരു എന്തെങ്കിലും ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ നിമിഷം നമ്മുടെ തലച്ചോറിൽ അറിയുന്നു. അതേപോലെ എല്ലാ ഭാഗത്തും കൈയുടെ അറ്റത്ത് തൊട്ടാൽ നമ്മളുടെ തലച്ചോറിലിരുന്നു. ആ ഇമ്പൾസിൻ്റെ വേഗം നിങ്ങൾ ആലോചിക്കുന്നു. എത്ര പെട്ടെന്നാണ് ആ ഒരു ഇമ്പൾസ് അവിടെ എത്തുന്നത്. ഒരു മണം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ, ദൂരത്തുള്ള ഒരു മണം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ, അറിഞ്ഞു കഴിഞ്ഞാൽ, ആ ഘ്രാണശക്തി, നമ്മുടെ മൂക്കിൻ്റെ ആ ഒരു പവർ നിങ്ങൾ ആലോചിച്ചു. നമ്മൾ ഓൾറെഡി
അറിഞ്ഞ ഒരു മണമാണെങ്കിൽ അത് അസോസിയേറ്റ് ചെയ്യും, നമ്മൾ മനസ്സിലാക്കും അത് ഇന്നതിൻ്റെ മണമാണ്. പക്ഷേ അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ അത് പുതുതായിട്ട് നമ്മൾ പഠിക്കും. അതായത് നമ്മളുടെ കണ്ണിലൂടെ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഡേ ടു ഡേ ലൈഫ്. നിങ്ങൾ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചെറുപ്പകാലത്തുള്ള ചുരുങ്ങിയ കാലയളവ് മാത്രമാണ് അത് റെക്കോർഡ് നിങ്ങൾക്ക് ഓർമ്മയില്ലാത്തത്. അന്നും റെക്കോർഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ഓർമ്മ കാണില്ല. പക്ഷേ പിന്നീടുള്ള എല്ലാം, അതാണ് നമ്മൾ പറയുന്നത് ഓർമ്മ വെച്ച ആൾ മുതൽ. കാരണം എന്താണ്, ഒരു ഓർമ്മ നമുക്കറിയാം ഏത് പ്രായം മുതലാണ് ഏകദേശം നമ്മുടെ ഓർമ്മകൾ വന്നു തുടങ്ങിയത് എന്നുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മളുടെ കണ്ണ് എന്ന് പറയുന്നത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഈ കണ്ണ് അടച്ചാണുള്ളത്. കണ്ണടച്ചുള്ള സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ ബ്രെയിൻ വേവ്സ് കാം ഡൗൺ ആവുന്നു. നമ്മൾ ഓൾറെഡി ഉണർന്നിരിക്കുന്ന സമയത്തുള്ള ബ്രെയിൻ വേവ്സ് അല്ല, അത് വീണ്ടും കാം സ്റ്റേറ്റിലേക്ക് മാറുകയും പെട്ടെന്ന് നമ്മൾക്ക് ഉറക്കം വരികയും ചെയ്യുന്നു. ഇതിനെല്ലാം കാരണങ്ങളുണ്ട്, ഇതിനെല്ലാം തന്നെ കാരണങ്ങളുണ്ട്. കാരണം കണ്ണിലേക്കുള്ള ഇമ്പൾസിനെ നമ്മൾ കട്ട് ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത്, അതായത് കണ്ണടയ്ക്കുന്നത്, അതായത് നമ്മളുടെ ക്യാമറ ഓഫ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ബ്രെയിൻ മനസ്സിലാക്കുന്നു ഇതാണ് ടൈം ടു സ്ലീപ്പ്, ഉറങ്ങാനുള്ള സമയമാണ്, അതുകൊണ്ട് തന്നെ ഉറക്കത്തിലേക്ക് നിങ്ങൾ കടക്കുന്നു. അങ്ങനെ ഉറക്കത്തിലേക്ക് കടക്കുന്ന വ്യക്തി ആ സമയത്ത് ആരാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്? നിങ്ങൾ സ്വപ്നങ്ങൾ കാണുന്നു. നിമിഷ നേരങ്ങൾ മാത്രം നിങ്ങളുടെ മനസ്സിൽ അനുഭവപ്പെടുന്ന സ്വപ്നങ്ങളെ നിങ്ങളൊരു ഫുൾ ലെങ്ത് ആയിട്ട്, ഒരു ഫുൾ മൂവി ആയിട്ട്, ഒരു വലിയ ഒരു കാര്യമായിട്ട് തന്നെ കാണുന്നു. അപ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി നിങ്ങളുടെ ശരീരത്തിലെ ഹാർട്ട് അടിക്കുന്നു, അതേപോലെ ബാക്കി എല്ലാ ഫങ്ഷനും നടക്കുന്നു. ഇതെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡ് അവിടെയുണ്ട്. പക്ഷേ നിങ്ങളുടെ കോൺഷ്യസിനെ വിശ്രമത്തിലേക്ക് നയിക്കുന്നു, ചില ഭാഗങ്ങളെ ഉറക്കത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ വിശ്രമിക്കേണ്ട ഭാഗങ്ങളുണ്ടല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഏത് കാലത്ത് തുടങ്ങിയതാണ് നമ്മുടെ ഈ പറയുന്ന സിസ്റ്റം? നിങ്ങളുടെ പ്രായം എത്രയാണോ അത്രയും കാലമായിട്ട് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനിയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ട ഒരു വിശ്രമം എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രൈമറി ഉറക്കം. ആ ഉറക്കം നിങ്ങൾ കൊടുക്കും. അതിന് ശേഷം വേണ്ടത് ഈ പറയുന്ന മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഉറക്കത്തിന് സമാനമായിട്ടുള്ള അതിൻ്റെ സ്ലൈറ്റായിട്ടുള്ള ഒരു നേരിയ ഒരു പോർഷനാണ്, ഒരു ചുരുങ്ങിയ ഒരു ചെറിയൊരു ഭാഗം. പക്ഷേ ആ ഭാഗത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയധികം പങ്കുണ്ട്. കാരണം നിങ്ങൾ ഓൾറെഡി ഉറങ്ങുന്നു, ആ 6-8 മണിക്കൂറുകൾ ഉറങ്ങുന്നു, പക്ഷേ അത് ബ്രെയിനിന് ശാന്തത കിട്ടുക മാത്രമാണ് ചെയ്യുന്നത്. കൂടാതെ ഈ മെഡിറ്റേഷൻ ഡെയിലി ചെയ്യുന്ന സമയത്ത്, അത് രാവിലെയോ രാത്രിയോ കൃത്യമായൊരു സമയമെടുത്ത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിനിലെ ചില ഭാഗങ്ങൾ ഉത്തേജിക്കപ്പെടുന്നു. ആ ഉത്തേജിക്കപ്പെടുന്നത് വഴി നിങ്ങളുടെ മനസ്സ് ശാന്തമാവുകയും നിങ്ങൾക്ക് ഒരു അസാധാരണമായിട്ടുള്ള, ഇതെല്ലാം നാച്ചുറലാണ്, പക്ഷേ ഒരാൾക്ക് ഇല്ല മറ്റൊരാൾക്കുണ്ട് എങ്കിൽ നമ്മൾ പറയും അത് എക്സ്ട്രാ ആയിട്ടുള്ള എന്തോ കാര്യമാണ്. പക്ഷേ സത്യത്തിൽ എന്താണ്, എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു റേഡിയോ സ്റ്റേഷൻ എല്ലാവർക്കും ഉള്ളിലുണ്ട്. ആ റേഡിയോ സ്റ്റേഷൻ നമ്മൾ ട്യൂൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു റേഡിയോ നമ്മുടെ ഉള്ളിലുണ്ട്, അത് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റിസീവ് ചെയ്യാനും അതേപോലെ ആ സ്റ്റേഷനായിട്ട് വേണമെങ്കിൽ റേഡിയോ സ്റ്റേഷനായിട്ടും ആ ബ്രെയിനെ യൂസ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഇത് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഓൾവേസ് സ്പ്രെഡ് പോസിറ്റിവിറ്റി. നിങ്ങളുടെ മനസ്സിലെപ്പോഴും പോസിറ്റീവ് ചിന്തകൾ കൊണ്ടുവരുന്ന സമയത്ത് ആ പോസിറ്റീവ് വൈബാണ് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സുമായി ബന്ധപ്പെട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ബ്രെയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. കാരണം ഒരു ദിവസം മാറ്റം സംഭവിക്കുന്നുണ്ട്. ഒരു ദിവസം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നു, നിങ്ങൾക്ക് 1000-1 ഭാഗം അല്ലെങ്കിൽ 10,000-1 ഭാഗം മാറ്റം സംഭവിക്കുന്നു. അങ്ങനെ 10,000 ദിവസം എന്ന് പറയുന്നത് വലിയ വർഷങ്ങളാണ്. അത്രയും വർഷങ്ങൾ എടുക്കുന്ന സമയത്താണ് നിങ്ങൾക്കത് റിഫ്ലക്റ്റ് ആവുക. ഒരിക്കലും നിങ്ങൾ അതിൽ നിന്ന് പിന്മാറരുത്. കാരണം നമ്മുടെ തലമുറയിലുള്ള ആളുകളെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. പൗരാണികമായിട്ടുള്ള ആളുകളെല്ലാം തന്നെ എന്താണ് വർഷങ്ങളായിട്ട് യോഗ ചെയ്യുന്നവരാണ്. അവർക്ക് എന്താണ് മറ്റാരും കാണാത്തത് അവർ കാണുന്നുണ്ട്, കേൾക്കാത്തത് കേൾക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മനസ്സ് വരെ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരവസ്ഥ അതിലൂടെ സംജാതമാകുന്നുണ്ട്. ഇതിൻ്റെ കുറേ ഉദാഹരണമായിട്ട് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാം. മ്യൂസീഷ്യൻസൊക്കെ എങ്ങനെയാണ് നോട്ട്സ് കണ്ടുപിടിക്കുന്നത്, അവരുടെ സ്വരങ്ങൾ കണ്ടുപിടിക്കുന്നത്? അവർ പാട്ട് പാടുന്ന സമയത്ത് അവർ ഒരുപാട് സ്വരങ്ങൾ കണ്ടെത്തുന്നു. ആ പാട്ടിൻ്റെ സ്വരങ്ങൾ അതൊരു സാധാരണക്കാരന് അപ്രാപ്യമാണ്. ചില ശബ്ദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത് ഇന്ന നോട്ടാണ്, ഇന്ന സ്വരമാണെന്ന് അവർക്ക് പറയാൻ സാധിക്കുന്നു. ആ ശബ്ദശാസ്ത്രം മറ്റുള്ളവർക്ക് അത് മനസ്സിലാവില്ല, സാധാരണക്കാരന് അത് മനസ്സിലാവില്ല. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് പ്രാക്ടീസാണ്. വർഷങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ റിസൾട്ട് അവർക്ക് ഉണ്ടാവുന്നത്. ഒരു ഡോക്ടർ ശസ്ത്രക്രിയ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു കണ്ണിലൊക്കെ ശസ്ത്രക്രിയ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, വളരെ ചെറിയ നാഡീജനമുകളാണ്. അതെങ്ങനെയാണ് അവർ ചെയ്യുന്നത്? അത് സ്കിൽഡാണ്. ആ ഒരു കാര്യം വർഷങ്ങൾ കൊണ്ട് നേടിയെടുക്കുന്നതാണ്. ഒരിക്കലും ആ കോഴ്സ് കഴിഞ്ഞ് ഡോക്ടറായാൽ അവർക്കത് കിട്ടുന്നതല്ല. അതുപോലെ ജിംനാസ്റ്റിക്സിലൊക്കെ ഈ മലക്കം മറിയുന്നതും അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അവരെങ്ങനെയാണ് ലാൻഡ് ചെയ്യുന്നത്? 3, 4, 5 മലക്കം മറിഞ്ഞിട്ട് ലാൻഡ് ചെയ്യുന്നത്. എവിടെ നിന്നാണ് അവർക്ക് ആ എനർജി കിട്ടുന്നത്? എങ്ങനെയാണ് അവർക്ക് അത്രയും ഉയരത്തിൽ ചാടാൻ സാധിക്കുന്നത്?
അതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതെല്ലാം പ്രാക്ടീസിലൂടെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ അതിന് റിസൾട്ട് ഉണ്ട്. നിങ്ങൾ വർഷങ്ങളായിട്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കതിന് റിസൾട്ട് ഉണ്ട്. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾക്ക് ഏത് വിത്താണ് അവിടെ പാകേണ്ടത്. നിങ്ങൾ മനസ്സ് വായിക്കാനുള്ള വിത്താണ് പാകുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം നടക്കും. നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എല്ലാവരും ഹെൽപ്പും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ നിങ്ങളൊരു നല്ലൊരു വ്യക്തിപ്രഭാവം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങൾ ആ വിത്താണ് നൽകുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ അറിയപ്പെടുന്ന നല്ല ഒരു വ്യക്തിത്വമായി മാറും. മദർ തെരേസയെ പോലെ അല്ലെങ്കിൽ അറിയപ്പെടുന്ന നല്ല വ്യക്തികളായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. നിങ്ങൾ അറിവിൻ്റെ വിത്താണ് പാകുന്നതെങ്കിൽ വിവേകാനന്ദനെ പോലെ അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് ജീനിയസ് ആയിട്ടുള്ള APJ അബ്ദുൽ കലാം സാറിനെ പോലെയുള്ള വ്യക്തിത്വങ്ങളായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്ത് വിത്താണ് നൽകേണ്ടത്, ഏത് മെഡിറ്റേഷനാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത് ചിന്തിക്കുക. ആദ്യം ചെയ്യേണ്ടത് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് പ്രാണായാമമൊക്കെ ചെയ്തതിന് ശേഷം അതിനുശേഷമാണ് അഭ്യാസങ്ങൾ ചെയ്ത് പ്രാണായാമം ചെയ്ത് അതിനുശേഷമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തേണ്ടത്. ആ തലത്തിൽ കൃത്യമായി നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അൺലോക്ക് ചെയ്യും. നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങളുള്ള ആൾക്ക് അത് അൺലോക്ക് ചെയ്യപ്പെടും. മറ്റ് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള ആളുകൾക്ക് അത് അൺലോക്ക് ചെയ്യപ്പെടും. അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യപ്പെടുന്നതാണ്. നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്കത് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് പല ഗുണങ്ങളും അതിലൂടെ വന്നു ചേരുന്നതാണ്. അത് വർഷങ്ങളെടുക്കും. ഒരിക്കലും അതിനെ 2 ദിവസം കൊണ്ടോ 10 ദിവസം കൊണ്ടോ എന്ന് ചിന്തിക്കരുത്. കാരണം 10 ദിവസം കൊണ്ട് ചെറിയ മാറ്റങ്ങളേ വരും. ചെറിയ റിസൾട്ടുകൾ 10 ദിവസം കൊണ്ടൊക്കെ വരും. പക്ഷേ വലിയ റിസൾട്ടുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ വർഷങ്ങൾ ചെയ്യുക. അത് റിസൾട്ട് മോഹിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇൻപുട്ട് എന്ത് കൊടുക്കുന്നോ അതിന് ഔട്ട്പുട്ട് ഉണ്ട്. നിങ്ങളുടെ ഇൻപുട്ടിന് ഔട്ട്പുട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓരോ ഇൻപുട്ടിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആനുപാതികമായിട്ടുള്ള ഔട്ട്പുട്ട് ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരം കുറേ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് വർഷങ്ങൾ ഒരു ലക്ഷ്യം വെച്ച് മെഡിറ്റേഷൻ ചെയ്താൽ അതിന് ഫലമുണ്ടാകും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കൂടാതെ മറ്റൊരു കാര്യവും കൂടി നിങ്ങൾക്ക് സാധിക്കും. അതായത് ഭൂതം, ഭാവി, വർത്തമാനം. വർത്തമാനം എന്ന് പറയുന്നത് ഈ പ്രസൻറ്റ് എന്ന് പറയുന്നത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രസൻറ്റ് ഓരോ നിമിഷവും നിങ്ങളുടെ പ്രസൻറ്റ് എന്താണ്, ജസ്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഭാവി ഒന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് നാളെ, മറ്റന്നാൾ എന്നുള്ളത് അത് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് എന്താണ് വളരെ അടുത്തായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദെൻ ആ ഭാവിയാണ് ഇന്നത്തെ വർത്തമാനമായി മാറുന്നത്. വർത്തമാനമാണ് ഭാവിയിലേക്ക് ജസ്റ്റ് കയറി വരുന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക. തൊട്ട് പുറകിൽ എന്താണ്, നിങ്ങളുടെ ഭൂതം എങ്ങനെ കൂടി വരുന്നു. അതായത് ഇന്ന് കഴിഞ്ഞ ഈ സെക്കൻഡ് ഭൂതമായി മാറി, അതായത് പാസ്റ്റായി മാറി. അതുകൊണ്ട് ആ ഭൂതം, വർത്തമാനം, ഭാവി എന്ന് പറയുന്ന ആ ഒരു അലൈൻമെൻറ്റ്, ആ ഒരു രേഖ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് നിങ്ങളുടെ വർത്തമാനത്തിലാണല്ലോ നിങ്ങൾ ഈ പറയുന്ന മെഡിറ്റേഷൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഭൂതത്തിലേക്ക്, നിങ്ങളുടെ പാസ്റ്റിലേക്ക് ഒരുപാട് മെഡിറ്റേഷൻ്റെ നോളജുകൾ കയറുകയും അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ തരികയും നിങ്ങളുടെ വർത്തമാനം ശോഭനമാവുകയും, അതായത് നാളെ എന്ന് പറയുന്ന ദിവസം നിങ്ങൾക്ക് വർത്തമാനമായിട്ട് മാറുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ഒരു ഭാവി ശോഭനമാവുകയും ചെയ്യും. അതായത് നിങ്ങളുടെ വർത്തമാനം ബ്യൂട്ടിഫുൾ ആവുന്നു. അങ്ങനെ ബ്യൂട്ടിഫുൾ ആവുന്ന സമയത്ത് അതിൻ്റെ ഭാവി എന്താണ്, വളരെ നല്ലതായിരിക്കും, ബെറ്റർ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഭാവി അതിമനോഹരമായി മാറുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഭൂതം, വർത്തമാനം, ഭാവി എന്ന് പറയുന്ന സിസ്റ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും നിങ്ങൾക്ക് ഇത് തന്നെയാണ് ഭഗവാൻ ശിവനെക്കുറിച്ച് നമ്മൾ പറയുന്നത്. ഭൂതം, ഭാവി, വർത്തമാനം അറിയാവുന്ന ഒരാളാണ് നമ്മുടെ ശിവഭഗവാൻ എന്നുള്ളത്. എങ്ങനെയാണ് നിങ്ങൾ ഈ യോഗയിലൂടെ ഈ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു വ്യക്തിയുടെയും ഭാവി അറിയാൻ സാധിക്കും, അദ്ദേഹത്തിൻ്റെ ഭൂതകാലങ്ങൾ അറിയാൻ സാധിക്കും, അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റിനെ അനലൈസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെയും ഭൂതം, ഭാവി, വർത്തമാനം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. ആ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് കാലം ഈ മെഡിറ്റേഷൻ ചെയ്ത് ആ വിത്ത് ആകേണ്ടിയിരിക്കുന്നു, എങ്കിലേ നിങ്ങൾക്കത് കിട്ടും. നിങ്ങൾ ഇത് തന്നെയാണ് പറയുന്നത്. എല്ലാ ദേവന്മാരും ധ്യാനത്തിലിരിക്കുന്ന ചിത്രം നിങ്ങൾ ആലോചിച്ച് നോക്കുക, സന്യാസിമാരിരിക്കുന്ന ചിത്രം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഭാരതം നടത്തിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ഈ കാണുന്ന പൈയുടെ വില 3.1416 എന്ന് പറയുന്ന ഒരു മൂല്യം മാത്രമേ നമുക്കറിയൂ മാത്തമാറ്റിക്സിൽ. അതിൻ്റെ ഒരുപാട് ദശാംശ സ്ഥാനങ്ങൾ, 100 കണക്കിന് സ്ഥാനങ്ങൾ വരെ പണ്ട് കാലത്ത് ഈ കാൽക്കുലേറ്ററൊന്നും കണ്ടുപിടിക്കാത്ത കാലത്ത് ചെയ്തിട്ടിരിക്കുന്നു. എങ്ങനെയാണ്, എവിടെ നിന്നാണ് ആ ബുദ്ധി വന്നത്? ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ഇവിടെ നിന്ന് ഈ ചന്ദ്രനിലേക്കുള്ള ദൂരവും ഇവിടെ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരവും കൃത്യമായിട്ട് യോജന കണക്കി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഹനുമാൻ ചാടിയ ഒരു കഥയൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അതൊക്കെ സാധിച്ചത്? എല്ലാം ജ്ഞാനത്തിലൂടെ വന്ന അറിവുകളാണ് എന്ന് കരുതി അതൊരിക്കലും എന്തല്ല, ഒരു കൃത്രിമമായിട്ടുണ്ടാക്കിയതല്ല. എല്ലാം തന്നെ നാച്ചുറലായിട്ട് എല്ലാവരുടെ ബ്രെയിനിലും ഇതുണ്ട്. ഒരുപാട് ആളുകൾ, അതായത് ഭാരതത്തിലെ ഒരുപാട് ആളുകൾ പണ്ട് കാലത്ത് ഇങ്ങനെ സന്യാസിമാരായിട്ട് അല്ലെങ്കിൽ ഗാർഹിക ജീവിതം നയിച്ചുകൊണ്ട് തന്നെ ഒരു
സന്യാസി സന്യാസി എന്നല്ല പറയേണ്ടത്, ഒരു എന്താ നമ്മൾ പറയുക, ഒരു സ്വാമിമാരുടെ ലൈഫ് സ്റ്റൈൽ. അതായത് നമ്മൾ ഭരതമുനി എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ, അതേപോലെ അഗസ്ത്യമുനി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലിൽ അങ്ങനെയുള്ള സിദ്ധന്മാരുടെ രൂപത്തിൽ ആ ഒരു ജീവിതശൈലി അനുവർത്തിച്ചുകൊണ്ട് അവരൊന്നും ശമ്പളത്തിന് വേണ്ടി തൊഴിലെടുത്തതല്ല, അവരെല്ലാം തന്നെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തി. അതിൽ കേവലം ഒരു കണ്ടുപിടുത്തം പോലെയുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ 5 വർഷം കൊണ്ട് ഇവിടെയുള്ള യൂണിവേഴ്സിറ്റികളിൽ ചെയ്തിട്ട് PhD നേടിയെടുക്കുന്നത്. ഏതെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ആയുർവേദത്തിലെ ഒരു മരുന്നെടുത്തിട്ട് അതിൻ്റെ റിസൾട്ട്, അതിന് എന്താ പറയുക, മുലപ്പാൽ വർദ്ധിക്കുന്നതിനായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം ഈ പറയുന്നത് പോലെ എന്താ പറയുക, ചില മരുന്നുകൾ നമുക്കത് ഉപയോഗിക്കാമെന്ന് നമുക്കറിയാം. അത് ആടിൻ്റെ അകത്ത് പരീക്ഷണം നടത്തിയിട്ട് ഒരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ ആ വ്യക്തിയുടെ പണ്ട് പത്രത്തിൽ വായിച്ചതാണ്, ആ വ്യക്തിയുടെ മുത്തച്ഛനെങ്ങാനും പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ്. ആ ഒരു മരുന്ന് എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുലപ്പാൽ വർദ്ധിക്കുമെന്നുള്ളത്. അപ്പോൾ ആടിൽ പരീക്ഷണം നടത്തി, അതിന് റിസർച്ച് നടത്തി, അതിന് PhD നേടി എന്നാണ് ഞാനന്ന് വായിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതുപോലെ ഒരുപാട് പരീക്ഷണങ്ങൾ ഒരു ചെറിയ കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് ഇങ്ങനത്തെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തി ഒരു പുസ്തകമായി അതിനെ നമ്മൾ പഠിക്കുന്നു. ചരകസംഹിത, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുന്നു. എങ്ങനെയാണ് അവർക്കത് സാധിച്ചത്? ഒരാൾ തന്നെ ഉണ്ടാക്കിയതാണോ, അല്ല ഒരു കൂട്ടം ആളുകൾ ഉണ്ടാക്കിയതാണോ? നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഇതെല്ലാം എങ്ങനെ സാധിച്ചു? എല്ലാം ഇത് ഈ ഒരു മെഡിറ്റേഷൻ്റെ പവറാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ അവർ കൊടുക്കുന്ന ഇൻപുട്ട് ഫുൾ ടൈം എന്താണ്? ഈ പറയുന്ന അറിവുകൾ തന്നെ എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അങ്ങനെയുള്ള ഒരുപാട് അറിവുകൾ വിദേശീയരാൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളുടെ നളന്ദ, തക്ഷശില പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ ഒരുപാട് അറിവുകളുണ്ടായിരുന്നു, ഒരുപാട് പുസ്തകങ്ങളുണ്ടായിരുന്നു. ഞാൻ കേട്ടത് ഇങ്ങനെയാണ്, എൻ്റെ ഗുരുനാഥൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരുപാട് കാലം 6 മാസത്തോളം കത്തി തീർന്നിട്ടും അത് തീർന്നിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുതിര പുഴുങ്ങാനായിട്ട് ആ പുസ്തകങ്ങളെല്ലാം കത്തിക്കാനായിട്ട് വിദേശീയർ ഉപയോഗിച്ചു എന്നുള്ളതും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ സംസ്കാരത്തെ തച്ചുടച്ചത്. എന്നിട്ടും നമ്മൾ ഇപ്പോഴും തീർന്നിട്ടില്ല എന്നുള്ളത് നമ്മുടെ തന്നെ നമ്മുടെ അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. എന്നിട്ടും ആ അറിവുകളെല്ലാം ഇവിടെ മൗഖികമായിട്ടും അതായത് വാചികമായിട്ടും ഒക്കെ ഇവിടെ നിലനിന്ന് പോരുന്നു എന്നുള്ളത് സന്തോഷാർഹമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകമെമ്പാടും തന്നെ യോഗയുടെയും മെഡിറ്റേഷൻ്റെയും പ്രചാരം ഒരുപാട് കൂടിയിട്ടുണ്ട്. യോഗയ്ക്ക് വേണ്ടി ഒരുപാട് പ്രചാരണങ്ങൾ നടക്കുന്നു. ഒരുപാട് ആളുകൾ ഒരു കാര്യം പഠിപ്പിക്കാനായിട്ട് അതിലേക്ക് മുന്നോട്ട് വരുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ല കാര്യങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് പാശ്ചാത്യർ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ദേശത്തുള്ള ആളുകൾ ഇവർ ഇത് യൂസ് ചെയ്യുകയും വിദേശീയരെല്ലാം തന്നെ ഈ ഒരു കാര്യം ഉപയോഗിച്ച് നല്ല കാര്യങ്ങൾ, നല്ല റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അവരിതിനെ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള പേരിട്ട് മാറ്റി വിളിക്കുന്നു. അവരിതിനെ അത്തരത്തിലുള്ള കുറച്ച് അഫർമേഷനായിട്ട്, മന്ത്രങ്ങളെല്ലാം അഫർമേഷനായിട്ട് ദൃഢവാക്യങ്ങളാക്കി മാറ്റി അവർ ഉപയോഗിക്കുന്നു. അതിനെല്ലാം റിസൾട്ട് കിട്ടുന്നുമുണ്ട്. ഒരുപാട് തരത്തിൽ അതിന് റിസൾട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ ശബ്ദശാസ്ത്രം കൂടി ഉണ്ടായിരുന്നു. നമ്മൾ കാണുന്ന അഫർമേഷന് ഇവിടെ എന്താണ്? ശബ്ദശാസ്ത്രം കൂടി ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് അതിനെ ശബ്ദത്തിൽ അധിഷ്ഠിതമായിട്ട് നമ്മുടെ ഭൂർഭുവസ്വ എന്ന് പറയുന്ന നമ്മുടെ ഗായത്രി മന്ത്രം ജപിക്കുന്ന സമയത്ത് അതിനൊരു ടോൺ ഓഫ് വോയിസ് ഉണ്ട്, അതിൻ്റെ ശബ്ദമുണ്ട്, അതിനൊരു പ്രൗഢ ഗംഭീര്യമായിട്ടുള്ള ശബ്ദമുണ്ട്. ആ രീതിയിൽ അത് ജപിക്കുമ്പോഴാണ് അതിൻ്റെ പവർ വരുന്നത്. കേൾക്കുന്ന നമുക്ക് ഒരു ഉൾക്കുളിരുണ്ടാകുന്നു. അതുപോലെ തന്നെ ചില മന്ത്രങ്ങൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് പേടി ഉണ്ടാകുന്നു അല്ലേ? നമ്മുടെ ഒരുപാട് മന്ത്രങ്ങൾ അങ്ങനെയുണ്ട്, നമ്മളെ പേടി ജനിപ്പിക്കുന്ന രീതിയിലുള്ള മന്ത്രങ്ങൾ. ആ ഒരു ടോൺ ഓഫ് വോയിസ് തന്നെയാണ്. അപ്പോൾ അതുപോലെ ഒരുപാട് കാര്യങ്ങളും ഈ ശബ്ദവുമായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് ഉണ്ടായിരുന്നു. എല്ലാം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടതെന്നും അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു വിത്ത് പാകലാണ്. അപ്പോൾ നിങ്ങൾ നൽകുന്ന വിത്ത് ഏതാണെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ബ്രെയിനിൽ അൺബ്ലോക്ക് ചെയ്യപ്പെടുന്നതാണ്. നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ വന്നു ചേരുന്നതാണ്. നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അത് മാത്രം ചെയ്യുക. അല്ലാതെ എല്ലാം കൂടി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ റിസൾട്ട് ഒരു കൃത്യമായിട്ട് അല്ല ഉണ്ടാവുക, അത് വ്യതിചലിക്കുന്നതാണ്. അതുകൊണ്ട് ഭൂതം ഭാവി വർത്തമാനമാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ അതിനു വേണ്ടിയുള്ള പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ധനമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ധനത്തിന് വേണ്ടിയുള്ള മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങൾക്ക് പ്രശസ്തിയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയുള്ള മെഡിറ്റേഷൻ ചെയ്യുക. ഏത് മേഖലയിൽ നിങ്ങൾക്ക് തിളങ്ങാനായിട്ട് ഈ മെഡിറ്റേഷൻ ഉപകരിക്കും. മെഡിറ്റേഷനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവർക്ക് അതിൻ്റെ ഗുണം ലഭിക്കുക തന്നെ ചെയ്യും. കൃത്യമായിട്ട് ഡെയിലി ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കോറായിട്ടുള്ള, അതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ള കാര്യം. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കുന്നതാണ്. അങ്ങനെ നിങ്ങളത് മനസ്സിലാക്കുക. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു.
നന്ദി, നമസ്കാരം.